മാറ്റി കൊണ്ടുപോവാ. നീ എന്തിനാണ് വിളിച്ചേ? നിന്റെ മോന്താണ് ബെസ്റ്റ് ചിക്കനാണ് ഇവിടുത്തെ. ചില്ലി ബട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോപ്പി മഞ്ഞൊക്കെ ആയിട്ട് ഒരുമാതിരി തൃശ്ശൂരത്തിന് അമ്മുട്ട് പറ്റിയ പോലെ. എത്ര തരാ? അത് കൊണ്ടുവരുന്ന ആൾക്കാരെ കണ്ടല്ലേ എഴുന്നേറ്റ് തൊഴാനാ തോന്നും. ഒറ്റ തൊഴി വെച്ചതല്ലോ ചില പിച്ചക്കാരി ഛർദ്ദിച്ചോലെയാവും. ഈ നക്കിക്കൊണ്ടിരുന്നോ? വല്ലോന്റെ മുറി അത് മറക്കണ്ടത്. കയ്യില് 10 പൈസ ഇല്ല. ഓ എന്തത്? 10 അമ്മേന്റെയും ഈ തേങ്ങാപ്പൂരി എനിക്ക് എന്തിന്റെ കോപ്പ്? എടാ എന്റെ കാശില്ലെന്നാ പറഞ്ഞേ. അന്നാ നീ കുരിശ് കട്ടിപ്പിടിച്ചിരിക്കാതെ എടുത്ത് വിൽക്കടാ. കയ്യിൽ കാശ് വന്നപ്പോ നിനക്ക് ആരും മേടിക്കാതെ ഇഷ്ടമുള്ളത് മേടിച്ച് കഴിക്കാം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. എടാ ഞാൻ ആ ഫ്രെഡി വിളിച്ചിരുന്നു. ഇവിടത്തെ അടുക്കള എവിടെയാണെന്ന് തോന്നണേ. ഞാൻ പറയണേ കേട്ടോ. ഫ്രെഡി ഞാൻ വിളിച്ചിരുന്നു. സാധനം അയാൾ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഒരാൾ ഈ നാട്ടിലുണ്ട്, ഒരു അബ്ദുള്ള. നീ അയാളെ പോയിന്ന് കാണണം. ആളെങ്ങനെയാന്ന് അറിയണം. എന്നിട്ട് ഒരു വില നീ തന്നെ ഉറപ്പിച്ചോ. വെള്ളിയാഴ്ച മാല തരാന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ കുറച്ച് അഡ്വാൻസ് വാങ്ങിച്ചോ. ഇത് അയാളുടെ ഫോൺ നമ്പറാ. ഹലോ, അബ്ദുള്ള ചേട്ടനല്ലേ? ആരാ? ഞാനാ മണി. ഗോപി വിളിക്കാൻ പറഞ്ഞിരുന്നു. ആ, ഫ്രെഡി വിളിച്ചിരുന്നു. ഒന്ന് കാണണല്ലോ. എവിടെ വരണ്ടേന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടേക്ക് വരാ. പള്ളി അറിയാമോ? പള്ളി. ആ, പള്ളി അറിയാം. പള്ളിനടയിൽ വന്നാ മതി, ഞാൻ അവിടെ നിൽക്കാം. ഏത് പള്ളി? എനിക്ക് ഇവിടുത്തെ പള്ളി അറിയില്ല. എടോ, എന്നാ തനിക്ക് അറിയാവുന്ന ഒരു സ്ഥലം പറഞ്ഞു തോലയ്ക്ക്. എനിക്ക് ഇവിടുത്തെ ഹോട്ടൽ നന്നായിട്ട് അറിയാം. ആ, എന്നാ താൻ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഹൈ, അത് നല്ല പ്ലാനാണല്ലോ അബ്ദുള്ളേട്ടാ. നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി, ഞാനിവിടെ കാണും. അതിന് തന്നെ ഞാൻ എങ്ങനെ അറിയും? ഹൈ, എന്നെ കാണുമ്പോ മണീന്ന് വിളിച്ചാ മതി. എടോ, താനാണെന്ന് ഞാൻ എങ്ങനെ അറിയും? ഞാൻ പറയും ഞാനാണെന്ന്. എനിക്കൊരു തണ്ടിനും പേടിയില്ല. എടോ, അതിന് തന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഓ, അത് ശരിയാണല്ലോ. ആ, അതെ, ഞാനൊരു ചുമന്ന റോസാപ്പ് പിടിച്ചിവിടെ നിക്കാം. സാധനൊക്കെ കയ്യിലുണ്ട്. അയ്യേ, അതല്ല, മാല. വിലയൊക്കെ ഫ്രെഡി പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ ചെറിയൊരു അഡ്വാൻസ് വേണം. എത്ര വെച്ച് ചേട്ടൻ തീരുമാനിച്ചു കൊണ്ടുവന്നാ മതി. സാധനം വെള്ളിയാഴ്ച തരാം. അപ്പൊ മുഴുവൻ തുക തന്നാ മതി. അപ്പോഴേ ഞാനിവിടെ ചുവന്ന റോസാപ്പും പിടിച്ചിട്ട് നടക്കി നിൽപ്പുണ്ടാവട്ടോ. ഓക്കെ. റോസാപ്പൂ, സിന്ന റോസാപ്പൂ, റോസാപ്പൂ. അമ്മേ, ഇവിടെ തന്നെ ആണോടാ കണ്ടത്? അവൻ ഇവിടെ തന്നെ മുതലാളി. ചേട്ടാ, ഈ വണ്ടി പോവോ? ഈ വണ്ടി പോവില്ല, ഞാൻ കൊണ്ടുപോകാൻ പോവാം. ഒന്ന് റെയിൽവേ സ്റ്റേഷൻ പോണം. ബാംഗ്ലൂർ വിട്ടാലും മതി. അമ്പലത്തിൽ വിട്ടാലും മതി. അങ്ങനെ അമേരിക്ക കൊണ്ടുവിടും. പിന്നെ എന്താണ് വീലും വെച്ചിറക്കി അങ്ങനെ പാമ്പ് കടിക്കാൻ? എനിക്കൊരു സംശയമില്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവർ ഇവിടെ തന്നെ ഉണ്ട്. എന്നാ ഞാൻ പിടിക്കും. അതെ, നടക്ക്. ഇത്രയും വലിയ ഹോട്ടലും താമസിക്കാനുള്ള കഴിവൊന്നുമില്ല ചേട്ടക്ക്. സ്വന്തമായിട്ട് വീട് കൂടി ഇല്ലാത്തവനാണ് തേണ്ടി. ഏതോ ഒരു അങ്കിളിന്റെ വീട്ടിലെ തൊഴുത്തിലെ കിടപ്പ്. അവിടെ ആളയച്ചപ്പോ അങ്കിള് തേണ്ടി അവിടെ ഇല്ല. എല്ലാരും കൂടെ ഒത്തുകളിയാണ്. അത് എന്നോട് ഇതവരല്ലേ? കണ്ണാടിയായിരുന്നു. സൈഡ് പ്ലീസ്. ആ കള്ളപ്പന്നി ഇതിനകത്ത് വാഴ അടിച്ചിട്ടുണ്ട്. ഇത് റൂമിലാണ്, ലിഫ്റ്റാ. കോണിപ്പടി കാണാൻ വെച്ചിരിക്കുന്ന ഓടിച്ചിട്ട് പിടിയടാ. വാടാ. എവിടെ ഇത് വന്നിറങ്ങിയേ? ശുക്രനിലോ? ഓ, ശുക്രൻ തന്നെ. അവൻ എന്തേടാ? എങ്ങാട് പോയിന്നറിയില്ല. ഇവിടം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ കുഴി ഒഴിച്ച് താഴോട്ട് പോയാ? എല്ലാ മുറികളും തുറന്നു നോക്കിയാലോ? വല്ലവന്റെ മുറി തുറന്നു നോക്കി തലയിട്ടല്ലേ? ഇത് അവന്റെ കയ്യിലുണ്ടായിരുന്ന പൂവല്ലേ? അവന്റെ അമ്മായി നമ്മുടെ പൂ. അവൻ ഇതിനകത്തുണ്ട്. വേറെ ആരായിട്ട് കൂടെ അകത്തുണ്ട്. ആരുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എന്റെ മകളെ ഞാനിന്ന് കൂട്ടിക്കൊടുക്കും. കൂട്ടിക്കൊണ്ടു പോകും. എടാ, ഇനി തട്ടിയിട്ട് കാര്യമൊന്നുമില്ല. മറിക്കേ, ഇത് ഞാൻ ചവിട്ടി പൊളിച്ചിട്ടുള്ള കാര്യമാണ്. ആ, ദേ, ആരെങ്കിലും പുറത്തേക്ക് ഓടിയാ പിടിച്ചോളാം. ആരാ നീ? ടോമൻ ചെറിയ തമാശ. കുളിക്കുന്നു. കുളിക്കാണല്ലോ, ഒന്നിച്ച് കുളിപ്പിക്കണം. സെക്യൂരിറ്റി, ഞാൻ ടോമങ്കിൾ. എന്റെ മുറിയിലൊരു കള്ളൻ. ഈ വാതിൽ തുറന്നിട്ടിരുന്നാണല്ലോ, പിന്നെ ആരാ അടച്ചത്? മാഡം, അതവിടെ വെച്ചിട്ട് വേഗം പോടോ. ഓരോ ശല്യങ്ങൾ കയറി വരും മനുഷ്യനെ മെനക്കെടുത്ത്. ഹലോ.
എടുക്കാം, പിന്നെ വരാം. പോണ്ടത്. നാണം നാണം. അവന്റെ ഒരു കിന്നാരം. പാമ്പിന്റെ ജന്മായി. കാശ് ഞാൻ നാളെ കാലത്ത് തരാം. ഇന്നിപ്പോ ഉച്ചയായില്ല, ഇനി കാലത്താക്കാൻ പറ്റുമോ? കാലത്ത് വിളിച്ചാ ഇന്ന് പണ്ടാറടങ്ങാൻ. ഇനി ഇത് ഓൺ ചെയ്യണില്ല. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചോന്റെ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം. This is too much. ഒരു സ്റ്റാർ ഹോട്ടലിൽ ഒരു കള്ളം വന്ന് തല്ലുകയും ബാത്റൂം വരെ വലിഞ്ഞു കയറി വരികയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാ I will call the police. ഞാൻ ഇപ്പൊ ഇവിടുത്തെ SP വിളിക്കും. സാർ പ്ലീസ്, പോലീസ് എത്തിയാൽ ഞങ്ങൾക്ക് മോശമാണ്. എങ്കിൽ എല്ലാ മുറിയും ഒന്ന് ചെക്ക് ചെയ്യണം. 10-200 മുറികളുണ്ട് ഇവിടെ. എല്ലാ മുറിയിലും സാറിനെയും കൊണ്ട് ചെന്ന് ഇയാളാണോ കള്ളൻ ചോദിക്കാൻ പറ്റും. ആളിവിടെ എവിടെയെങ്കിലും കാണും. ആളെ കണ്ടാ എങ്ങനെ ഇരിക്കും? കണ്ടാൽ ഒരു മിന്നായം പോലെ കണ്ടതല്ലേ ഉള്ളൂ. ഒരു കാറ്റ് വന്നിക്ക് മീശ വെച്ചതുപോലെ ഒരു അങ്ങനത്തെ ഒരു മീശ എവിടെ കണ്ടാലും ഞങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ അയാളെ എവിടെ കണ്ടാലും ഒന്ന് ഫോൺ ചെയ്താൽ മതി. അവൻ ഇനി എണീറ്റ് നടക്കാനാകാത്ത നിലയിലാക്കിയിട്ട് ഞങ്ങൾ വിടും. കുറുപ്പ് സാറിന് ഇപ്പൊ അവന്മാരുടെ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാം. ഈ മീശാൻ പഠിച്ചാൽ പിന്നെ കളവന്റെ കളവിയുടെ മുമ്പിൽ ചെന്ന് പെടാതിരുന്നാ പോരെ. ഈ 12-ാം തീയതി മാലയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു ബന്ധം ഇനി കിട്ടുമോ? കല്യാണപ്പെട്ട് ഒളിച്ചോടിന കാര്യം പുറത്തറിഞ്ഞ പിന്നെ ഈ ജീവിതത്തിൽ അവളുടെ കല്യാണം നടക്കുമോ? ഇപ്പൊ തന്നെ ഏതോ കീണിക്കോണം തമ്പലത്തിൽ തൊഴാൻ പോയിരിക്കാനെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. 12-ാം തീയതിക്ക് മുമ്പ് മാല ആരും അറിയാതെ പന്തലിലെത്തിക്കണം. ഇല്ലെങ്കിൽ എന്റെ മാനം പോകണം. എന്താ അടുത്ത പരിപാടി? ഡാൻസും ഗാനമേള. എവിടെ? നിന്റെ അമ്മായിയമ്മയുടെ 2-ാം കെട്ടിന് പോയി റൂം എടുക്കടാ. എവിടെയാ റിസപ്ഷൻ? ഓ, റിസപ്ഷൻ വേണമെങ്കിൽ ടൗൺ ഹാളിലോ TDM ഹാളിലോ എവിടെ വേണം വെക്കല്ല. ആദ്യം കല്യാണം നടക്കട്ടെ, പിന്നല്ലേ റിസപ്ഷൻ. ഇങ്ങോട്ട് നോക്കിയേ, ഹോട്ടൽ റിസപ്ഷൻ. മുറി എടുക്കണമെങ്കിൽ ഹോട്ടൽ റിസപ്ഷനിൽ പോണം. അതെവിടെന്നാ ചോദിച്ചത്? പോയി നോക്കടാ. സാർ എക്സ്ക്യൂസ് മീ, യുവർ 110. ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ഒരു മിനിറ്റ്, എന്റെ ആരും പുറത്തു പോയിട്ടില്ലല്ലോ. എക്സ്ക്യൂസ് മീ. ഹലോ, ആരാണ്? നീ അബ്ദുള്ള കണ്ട? ഇല്ല, ഞാൻ കണ്ടില്ല. അയാൾ അഡ്വാൻസ് ആയിട്ട് ഹോട്ടലിലേക്ക് വരും. ആളെ തിരിച്ചറിയാനായിട്ട് പോവായിട്ട് നിൽക്കാണ് ഞാൻ പറഞ്ഞേക്കണേ. കാശ് നീ മേടിച്ചോളണം, എനിക്ക് വരാൻ പറ്റില്ല. അല്ല, നീ ഇപ്പൊ എവിടെയാണ്? ഞാനോ? ഹലോ 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 ഹലോ. അബ്ദുള്ള പൂവായിട്ട് നിൽക്കുന്നതാണോ ഞാൻ പൂവായിട്ട് നിൽക്കണമെന്നാണോ പറഞ്ഞ്? കൺഫ്യൂഷൻ ആക്കിയല്ലോ. ഇവൻ ഏത് രാജ്യത്താണ് ഇന്റർനാഷണൽ കോൾ വിളിച്ചത്? അവനെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഒരു മാരേജുമായി ബന്ധപ്പെട്ട് വൺ മിസ്റ്റർ KT മാത്യുവിടെ റൂം എടുത്തിട്ടുണ്ടോ? കയ്യിൽ പോവുക. ഇയാളാവൂ അബ്ദുള്ള. ഞമണിയുടെ ഫ്രണ്ട് മാലന്റെയിലുണ്ട്. ഞമണിയുടെ ഫ്രണ്ട് മാലന്റെയിലുണ്ട്. മാല എവിടെയുണ്ട്? മാല എന്റെ കസ്റ്റഡിയിലുണ്ട്. മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിഷമം തോന്നില്ല. വിലപേശൽ നടക്കില്ല. ഇതൊരു ബിസിനസ് മാത്രമാണ്. ബിസിനസ്സാ? അതെ, അത്രമാത്രം കഷ്ടപ്പെട്ടത് അടിച്ചുകൊണ്ടെന്ന്. ഇതാരാ? ഇതൊക്കെ എന്റെ ആളുകളാ. എന്തായാലും ഇതിലും കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നേ. മാലയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ വൻ ഗ്രൂപ്പ് ഉണ്ട്. കാശാണ് അവരുടെ ലക്ഷ്യം. ഓടക്കാൻ നിന്നാ സംഗതി കുലുമാലാവും. പിന്നെ പോലീസും പത്രക്കാരുമായിട്ട് നാട് മുഴുവൻ അറിയും. അതോടെ പെണ്ണിന്റെ കല്യാണം മുടങ്ങും, ജീവിതവും പോക്കാവും. കാശെങ്കിൽ കാശ് കൊടുത്ത് ഒതുക്കാൻ നോക്ക്. ഒരുപാട് കാശാവും. എന്ത് തീരുമാനം? അപ്പോഴേ എങ്ങനെയാ കച്ചവടം? തൽക്കാലം 25,000 അഡ്വാൻസ് തന്നാ മതി. ബാക്കി കൈമാറ്റം നടന്ന ശേഷം. നിന്റെ അപ്പന്റെ കാശല്ലേ വേഗം എടുത്തു കൊടുക്കാൻ? പറ്റൂലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞോ. പറയണ വിലക്ക് എടുത്തോളാന്നൊക്കെ പറഞ്ഞിട്ട് ബോംബെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് ചില്ലറ പാർട്ടിയല്ല. ബോംബെയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റിയേക്കുന്ന വലിയ ഗ്രൂപ്പാണ്. പെൺവാണിപം. രാഷ്ട്രീയക്കാർ വരെ ഇവന്മാരുടെ പുറകിലുണ്ട്. അടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. മേലേക്ക് നോക്കണ്ട, സമ്മതിച്ചോ? ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. കച്ചവടം ഉറപ്പിച്ച് വേറെ ആയിരിക്കും കൊടുക്കലേട്ടാ, ഞാൻ വാങ്ങിച്ചോളാം. പിന്നെ പണം ബാക്കി മുറിയിൽ വെച്ച് സംസാരിക്കാം. അല്ല, ഇവിടെ റൂമുണ്ടോ? 222. എപ്പോഴാ വരണ്ടേ? ഒരു 6:30 വന്നേക്ക്.